നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്. ഡ്രൈവറുടെ അശ്രദ്ധ അപകട കാരണമെന്ന് സാക്ഷികൾ. അതിരപ്പള്ളിയിൽ അമ്പലത്തിനു നേരെ കാട്ടാനാക്രമണം. സമീപത്തെ ലയങ്ങളും ആനകൾ തകർത്തു. ആനപ്പേടി മൂലം തൊഴിലാളികൾ ദൂരെ മാറി താമസിക്കുന്നതിനാൽ ആളപായം ഒഴിവായി. കാളിയാറോഡ് നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. MP-യുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശകലനം ചെയ്തു. നേർച്ച ഫെബ്രുവരി 12 മുതൽ 14 വരെ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 1:30 അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ്, ഗുരുവായൂർ ആക്സ്, 108 ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ പാലക്കാട് മുതുതല വീട്ടിൽ ഷാക്കീർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അശ്രദ്ധയോടെ ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ ഫയർഫോഴ്സ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, ഗുരുവായൂർ പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽ മുസ്ലിം വീട്ടിൽ സുലേഖയുടെ മതിലും ഗേറ്റും തകർന്നു. കൂടാതെ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണു. 3 കടകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇരിങ്ങപ്പുറം രമേശിന്റെ വസന്തം ലക്കി സെന്റർ, ജോണിയുടെ ഉടമസ്ഥതയിലുള്ള ചിരിയങ്കണ്ടത്ത് പലചരക്ക് കട, ഷാജന്റെ നീലങ്കാവിൽ സ്റ്റോഴ്സ്, സുധാകരന്റെ അമ്പാടി ഹോട്ടൽ എന്നിവയുടെ മുൻവശമാണ് തകർന്നത്. വിവരമറിഞ്ഞ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പള്ളിയിൽ അമ്പലത്തിനു നേരെ കാട്ടാനാക്രമണം. സമീപത്തെ ലയങ്ങളും ആനകൾ പൊളിച്ചു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്തുള്ള തൊഴിലാളികൾക്കു നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. അമ്പലത്തിൽ കയറിയ ആനകൾ ശ്രീകോവിലിന്റെ കട്ട്ലയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും തകർത്ത് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടു. നിരന്തരമായുള്ള കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണം. എങ്കിലും ഇപ്പോഴും വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, എന്തായാലും കടുത്തൊരു തീരുമാനം ഇതിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് ബന്ധപ്പെട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അത്ര രോഷം കൊണ്ടിട്ടാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമാരുണ്ടായിരുന്ന ഇതുവരെ റോഡ് സൈഡിൽ കിടന്ന ഇങ്ങനത്തെ ഒരു സംവിധാനം വരെ ഇവിടെ ഈ ഫോറസ്റ്റുകാർ മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ട് ഒരു ഉപകാരം ഇല്ല എന്ന് വെച്ചാൽ അവർ പിന്നെ എന്തിനാ RRT മറ്റൊരു അങ്ങനെ ഓരോ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു രാത്രി ഒരു സംവിധാനം ഇവർ ഇവിടെ നോക്കണ്ടേ? ഇതുവരെ ലൈറ്റും കാര്യങ്ങളും ഫാക്ടറി തൊട്ടടുത്തുള്ള അമ്പലമാണത്. അതിനിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് 3-4 ക്വാർട്ടേഴ്സ് ഒക്കെ നശിപ്പിച്ച് കളയാന്ന് വെച്ചത് ബാക്കി എന്ത് സംരക്ഷണം അവിടെ കൊടുക്കണേ? അമ്പലത്തോട് ചേർന്നുള്ള രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് അകത്തുകയറിയ ആനക്കൂട്ടം വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. 1 മാസം മുമ്പ് തൊട്ടടുത്ത പള്ളിയിലും ആനക്കൂട്ടം ആക്രമണം നടത്തിയിരുന്നു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TSR ക്വാർട്ടേഴ്സ്. ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. ആനപ്പേടി മൂലം ഈ ഭാഗത്തുള്ള തൊഴിലാളികൾ രാത്രി വെറ്റിലപ്പാറ ഭാഗത്ത് വാടക വീടുകളിലാണ് താമസം. ഇതുമൂലമാണ് ആളപായം ഒഴിവായത്. ലയങ്ങൾ ആന നശിപ്പിക്കാതിരിക്കുന്നതിന് ലയങ്ങൾക്ക് ചുറ്റും പവർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാനേജ്മെൻറ്റിനോട് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പവർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രശസ്തിയാർജിച്ച കാളിയാറോഡ് പള്ളിജാറത്തിലെ ഈ വർഷത്തെ നേർച്ച 2026 ഫെബ്രുവരി 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. ചന്ദനക്കുടം നേർച്ചയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിശദീകരണ യോഗം പള്ളി അങ്കണത്തിൽ ചേർന്നു. പള്ളി ജാറം അങ്കണത്തിലെ ഹാളിൽ നടന്ന യോഗം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രസ്ഥാനത്തിനും കഴിയും ഏറ്റവും സമാധാനപരമായിട്ട് നമ്മുടെ നേർച്ച നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. എല്ലാ നേർച്ചകളാവട്ടെ, ഉത്സവങ്ങളാവട്ടെ, പെരുന്നാളുകളാവട്ടെ, എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ആ വിശ്വാസത്തോടു കൂടി തന്നെ പോകണം. അന്ന് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ പലപ്പോഴും പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും.
നമ്മളിവിടെ പൊതുവെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM അബ്ദുൾ അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര MLA UR പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. യോഗത്തിൽ സോഷ്യൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ K മനോജ് എന്നിവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, ചേലക്കര പഞ്ചായത്ത് മെമ്പർ KA ബൾക്കീസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. നേർച്ച സുഗമമായി നടത്തുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ചേലക്കര പോലീസ് ഇൻസ്പെക്ടർ സതീഷ് K, പഴയന്നൂർ പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ, എളനാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R ജയകുമാർ, ഇലക്ട്രിസിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ, എക്സൈസ് ഇൻസ്പെക്ടർ സജീവ്, തോന്നൂർക്കര മെഡിക്കൽ ഓഫീസർ ബിനി K ഗോപിനാഥ്, ഹെൽത്ത് ഇൻസ്പെക്ടർ AJ വിൻസൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സെക്രട്ടറി PS മൊയ്തീൻകുട്ടി, ഭാരവാഹികളായ മുഹമ്മദ് ഇബ്രാഹിം, വിവിധ മഹല്ല് സെക്രട്ടറിമാരായ TH മുസ്തഫ, VA യൂസഫ്, NS അബ്ദുൾ റഹ്മാൻ ഹാജി, സെയ്ദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ രാജേഷ് ഖാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കാസിം ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 30 വർഷത്തോളം വിവിധ വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന ചുടുവാലത്തൂർ 81 നമ്പർ അംഗൻവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. പ്രവർത്തനാരംഭവും പാൽക്കാച്ചൽ ചടങ്ങും തിങ്കളാഴ്ച നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തോളം വിവിധ വാടകഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചുടുവാലത്തൂർ 81 നമ്പർ അംഗനവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ. P മമ്മിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് സരസ്വതി രാമചന്ദ്രൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ചുടുവാലത്തൂരിൽ പുതിയ അംഗനവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വായനശാലയും പ്രവർത്തനം ആരംഭിക്കാനുണ്ട്. കഴിഞ്ഞ നവംബർ 5-ന് P മമ്മിക്കുട്ടി MLA കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനം തുടങ്ങാൻ വൈകുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ അംഗനവാടിയുടെ പ്രവർത്തനാരംഭവും പാൽക്കാച്ചൽ ചടങ്ങും നടന്നു. പ്രവർത്തനാരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികളെ വൈകുന്നേരം വരെ ആക്കുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി ഇന്ന് അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം വളർന്നിട്ടുണ്ട്. കൗമാരക്കാരുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും കൂടി അവർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൗമാരക്കാർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം നൽകുന്നതും അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ആവശ്യമായ സഹായങ്ങൾ അല്ലെങ്കിൽ കുത്തിവെപ്പെടുത്തുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നതും അവർക്ക് പ്രസവാനന്തരം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനുവദിച്ചിരിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കലും എല്ലാം അംഗൻവാടി ടീച്ചർ മുഖാന്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ വ്യക്തിത്വങ്ങളായ കൗൺസിലർ വിനോദ്, മുൻ കൗൺസിലർ ലത, സ്ഥലം വിട്ടു നൽകിയ സരസ്വതി, കോൺട്രാക്ടർ മുസ്തഫ, അച്ചു എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ALMSC ചെയർമാൻ അൻകുമാറിനെ ചെയർപേഴ്സൺ പൊന്നാടയണിച്ചു. അംഗനവാടി ടീച്ചർ ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ വിനോദ്, അനിൽകുമാർ, ലത, സരസ്വതി, മുസ്തഫ, വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോങ്ങാട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രസ്ഥാനത്തിന്റെ പേരേതെന്ന മണ്ണൂർ പഞ്ചായത്തിൽ ഇവിടെയുള്ള ഓരോ കുട്ടികളോടും ചോദിച്ചാൽ ഒരു തെറ്റാതെ ഒരു വള്ളി പുള്ളിയില്ലാതെ ഉത്തരം പറയുന്ന ഒരു പേര് അതിന്റെ മുസ്ലിം ലീഗാണെന്ന്. അത് തന്നെ ഉണ്ടായതല്ല. ഈ 10 വർഷക്കാലം മണ്ണൂരിന്റെ മണ്ണിൽ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ എന്തെല്ലാമുണ്ടോ അതിലെല്ലാം നമ്മൾ ഇടപെട്ടു. ഏതെല്ലാം വിഷയത്തിലുണ്ടോ അതിലെല്ലാം നമ്മൾ ഇടപെട്ടു. അതോടൊപ്പം ഓരോരുത്തരെ സഹായിക്കേണ്ട വിഷയങ്ങൾ കക്ഷി രാഷ്ട്രീയം നോക്കിയില്ല. നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വന്നവരാണോ എന്ന് നോക്കിയില്ല. നമ്മളവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോ ആ 10ാം വാർഡിൽ നിന്നും നമുക്ക് 5ാം വാർഡ് കിട്ടി. ആ 5ാം വാർഡിൽ നിന്നും നമുക്ക് 8ാം വാർഡ് കിട്ടി. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി നമ്മുടെ മുന്നിൽ. നമുക്ക് വല്ല പ്രശ്നങ്ങളുണ്ടായോ? നമുക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാനുള്ള വല്ല പ്രശ്നമുണ്ടായോ? നമുക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുമ്പ്
മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പല പാർട്ടികളുടെയും വളരെ രഹസ്യമായുള്ള രഹസ്യ മീറ്റിങ്ങുകളുടെ കാര്യങ്ങൾ മണ്ണൂരിൽ അങ്ങാടിപ്പാട്ടായപ്പോഴും നമ്മുടെ ഒരു രഹസ്യം പോലും, നമ്മുടെ അടുത്തൊരു നീക്കം പോലും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ ആ കൂട്ടായ്മയുടെ, ആ സ്നേഹത്തിന്റെ, ആ പവിത്രതയുടെ, ആ ബന്ധത്തിന്റെ ഒരാൾ തന്നെയാണ്. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. KP മുനീർ, PU റജുല, പഞ്ചായത്ത് അംഗങ്ങളായ സബിത മുനീർ, ധന്യ കൃഷ്ണദാസ്, KM സുലൈമാൻ, PM സാദിഖ് അലി, കുബറ, PU ഹക്കീം, KA മൊസദിഖ്, CH ഹസീന, CH ജബ്ബാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിജയിച്ച ലീഗ് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നെൽകൃഷിക്ക് മേൽവളമായി ഉപയോഗിക്കുന്ന യൂറിയ ലഭിക്കാതെ കർഷകർ വലയുന്നു. കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി മേഖലയിലെ കർഷകരാണ് യൂറിയ ക്ഷാമം നേരിടുന്നത്. നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ യൂറിയ ആവശ്യമുള്ള സമയത്താണ് യൂറിയ ക്ഷാമം നേരിടുന്നത്. നെൽകൃഷിക്ക് മേൽവളമായി പ്രയോഗിക്കേണ്ട യൂറിയ ലഭിക്കാതെ കർഷകർ വലയുകയാണ്. നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ യൂറിയ ആവശ്യമായ സാഹചര്യത്തിലാണ് യൂറിയ ക്ഷാമം നേരിടുന്നത്. യഥാസമയം യൂറിയ ഉപയോഗിച്ചില്ലെങ്കിൽ നെല്ലുൽപാദനം ഗണ്യമായി കുറയും. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന മേഖലയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി പ്രദേശങ്ങളിലാണ് യൂറിയ ക്ഷാമം രൂക്ഷമായത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വിതരണ തർക്കവും കമ്പനികൾ നാമമാത്ര വിതരണവുമാണ് ക്ഷാമത്തിന് കാരണമായി പറയുന്നത്. നെൽകൃഷിക്ക് പുറമെ വാഴ, പച്ചക്കറി, കിഴങ്ങ് കൃഷി എന്നിവയെല്ലാം യൂറിയ അത്യാവശ്യമാണ്. മാസങ്ങളായി നിലനിൽക്കുന്ന ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയൊന്നുമില്ലെന്നും പരാതിയുണ്ട്. ചില സ്വകാര്യ കച്ചവടക്കാർ യൂറിയ നൽകണമെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന മറ്റു പല വസ്തുക്കളും വാങ്ങണമെന്ന് കർഷകരെ നിബന്ധന വയ്ക്കുന്നതായും കർഷകർ പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം ത്രാകാലി വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പ് ശ്രദ്ധേയമായി. ഇരുളിനെ തോൽപ്പിക്കാൻ നമുക്ക് കളിക്കൂട്ടുകാരാകാം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ചായ കൊടുക്കാൻ ചിരട്ടയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഗ്രാമങ്ങളിലും ഉണ്ട്. നമ്മുടെ നാട്ടില് അതൊക്കെ കുറെ ഇല്ലാതായി, ജാതീയമായ വേർതിരിവ് കുറെ കുറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ് മനുഷ്യ വികസന സൂചികയിൽ, നമ്മുടെ ജീവിത ഗുണനിലവാരത്തിന്റെ സൂചികയിൽ കുട്ടികളിൽ മാനവികതയും ശാസ്ത്രബോധവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 115 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. MV രാജൻ, K മനോഹരൻ എന്നിവരുമായി സംവാദമുണ്ടായി. അഭിനയക്കളരിക്ക് KR അഭിഷേകും, കളികൾക്ക് ദിനുനാഥ്, അഭിനവ് എന്നിവരും, ചിത്രരചനയ്ക്ക് ശ്രീവത്സൻ, ശിവൻ എന്നിവരും പരിശീലകരായി. മാജിക്കും ശാസ്ത്ര പരീക്ഷണങ്ങളും കൂട്ടിക്കലർത്തി ശാസ്ത്രപ്രചാരകൻ അനിൽ പരക്കാട്ട് നടത്തിയ ദിവ്യാത്ഭുത അനാവരണ സദസ്സ് വേറിട്ട അനുഭവമായിരുന്നു. P വൃന്ദ കൂട്ടപ്പാട്ടിന് നേതൃത്വം നൽകി. P ചന്ദന, T സിനി, കിച്ചു, നീഹാര, DJ നവനീത്, അനുശ്രീ ആനന്ദ് എന്നിവർ ക്യാമ്പ് അവലോകനത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർ DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A സിന്ധുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V വിജിത എന്നിവർ പങ്കാളിത്ത പത്രം വിതരണം ചെയ്തു. DB ജനാർദ്ദനൻ സ്വാഗതവും MP രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വായനശാല സെക്രട്ടറി D നാരായണദാസൻ, രാജേഷ് ട്രാങ്ങാലി, V ഗോപാലകൃഷ്ണൻ, അഖിൽ ചക്കൂത്ത്, അരുന്ധതി ദാസൻ, P രവി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർധന കുടുംബത്തിൻ്റെ കൈത്താങ്ങായ ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ നാട് ഒരുങ്ങുന്നു. മണ്ടൂർ അത്തിക്കൽ വീട്ടിൽ സുലൈമാൻ എന്ന 53-കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ നാടാകെ കൈകോർത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. സുലൈമാൻ്റെ ലിവർ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള എന്ന സുലൈമാൻ ലിവറുമായി ബന്ധപ്പെട്ടുള്ള അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമൃത ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലാണ്. വളരെ വലിയ ഒരു ഭാരിച്ച ചിലവാണ് ആ അസുഖത്തിന്. ഡോക്ടർമാർ പറഞ്ഞത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചിലവ് വരും. എന്നാൽ ആ കുടുംബത്തിന് വളരെ സാധാരണക്കാരായ നിരാലംബരായ നിർദ്ധരായ കുടുംബം, ആ കുടുംബത്തിന് 40 ലക്ഷം രൂപ സ്വരൂപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം. അതുകൊണ്ട് തന്നെ ഇന്ന് മണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും
ഇതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയത്തിന് അതീതമായി വ്യാപാരി വ്യവസായം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ചികിത്സാ ധനസഹായം കമ്മിറ്റി രീതിയിൽ ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തെ സഹായിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ ചെയർമാനായിട്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും അതിൻ്റെ കൺവീനറായിട്ടും ആ 3-ാം വാർഡിലെ മെമ്പർ ആയിട്ടുള്ള ഇതിനെയും തീരുമാനിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ വിപുലമായ രീതിയിൽ മണ്ഡല പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 3 വർഷത്തോളമായി സുലൈമാൻ ചികിത്സയിലാണ്. നിലവിൽ ലിവർ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. വർഷങ്ങളായി ഓട്ടോ ഓടി കുടുംബം പുലർത്തുന്ന ഇദ്ദേഹം 3 വർഷമായി ജീവിതം തന്നെ ഏറെ പ്രയാസത്തിലാണ്. ശസ്ത്രക്രിയയ്ക്ക് 40 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ജീവൻ രക്ഷിക്കാൻ വരും ദിവസങ്ങളിൽ അക്കൗണ്ട് തുറന്ന് ചികിത്സാ സഹായനിധിയുടെ പ്രവർത്തനം തുടങ്ങും. ഇതിൻ്റെ ഭാഗമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ചെയർമാനും വാർഡംഗം K ശ്രീദേവി കൺവീനറായും പഞ്ചായത്ത് അംഗം PM അൻവർ സാദിഖ് ട്രഷററായും ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ TR ശശി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, ജീവകാരുണ്യ പ്രവർത്തകനായ സുഭാഷ് മങ്കര, PM യൂസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ തങ്കപ്പൻ, VM അൻവർ സാദിഖ്, PK അശ്വജിത്ത്, SJN നജീബ്, ശ്രീദേവി, സൈനുദ്ദീൻ പത്തിരിപ്പാല, ഗിരീഷ് പാലേരി, സുരേഷ് ബാബു, MK മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജീവകാരുണ്യ പ്രവർത്തകർ, ഓട്ടോ ഡ്രൈവർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ക്ഷേത്ര കമ്മിറ്റി തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകൾ കനിയണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഉടൻ തന്നെ അക്കൗണ്ട് തുടങ്ങി പ്രവർത്തനം തുടങ്ങും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്. ഡ്രൈവറുടെ അശ്രദ്ധ അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ. അതിരപ്പള്ളിയിൽ അമ്പലത്തിനു നേരെ കാട്ടാന ആക്രമണം. സമീപത്തെ ലയങ്ങളും ആനകൾ തകർത്തു. ആനപ്പേടി മൂലം തൊഴിലാളികൾ ദൂരെ മാറി താമസിക്കുന്നതിനാൽ ആളപായം ഒഴിവായി. കാളിയ റോഡ് നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. MP-യുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിശകലനം ചെയ്തു. നേർച്ച ഫെബ്രുവരി 12 മുതൽ 14 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.